ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ഒരു കോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഡ്രീം ഈസ് നോട്ട് വാട്ട് യു സീ ഇൻ സ്ലീപ്പ്, ഇറ്റ്സ് ദ തിങ് വിച്ച് ഡസൻ ലെറ്റ് യു സ്ലീപ്പ്. സ്വപ്നം എന്നത് ഉറക്കത്തിൽ കാണുന്നതല്ല, നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുന്നതാണ് സ്വപ്നം. നമ്മുടെ സർക്കാർ ജോലി എന്ന സ്വപ്നം അങ്ങനെ ആയിരിക്കണം. രാത്രി പഠിക്കാൻ പറ്റുന്നില്ല, ഉറക്കത്തിൻ്റെ പ്രശ്നമുണ്ട് എന്നൊക്കെ തോന്നുന്നവർക്ക് ഇതൊന്ന് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ തനിയെ വന്നോളും. അപ്പോൾ ഇപ്പോൾ സമയം 9:30 ആണ്. ഇവിടുത്തെ എൻ്റെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ മോന് ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ, അപ്പോൾ നല്ല ഉറക്കത്തിലായിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് മുകളിൽ പ്രാവൊക്കെ വളർത്തുന്നുണ്ട്, അപ്പോൾ അതിനൊക്കെ തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കും. ഹസ്ബൻഡിനുള്ള ഫുഡ് ഞാൻ റെഡിയാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട്, അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് എടുത്ത് കഴിച്ചോളും. അപ്പോൾ ഞാനിപ്പോൾ പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം പറയുകയാണെങ്കിൽ എത്ര തിരക്കുള്ളവരെ സംബന്ധിച്ചും ഒരു വീട്ടമ്മമാരുടെ കാര്യം എടുത്താലും എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമായിരിക്കും. പകലൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. മൊത്തത്തിൽ കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറാണ്, മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാൻ പറ്റിയൊരു ടൈമാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് ഇന്ന് പഠിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയാണ്. അപ്പോൾ അതിൽ വരുന്ന ടോപ്പിക് എന്തൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭേദഗതികൾ, പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും ചുമതലകളും, പിന്നെ ലിസ്റ്റുകൾ, യൂണിയൻ, സ്റ്റേറ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഭരണഘടനയിൽ പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ഇന്ന് നൈറ്റ് സ്റ്റഡിയിൽ പഠിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു നൈറ്റ് സ്റ്റഡിയിൽ ഒരു 1.5 hour കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഈ സമയത്ത് പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഉറക്കം വരുന്ന സമയമായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ സമയത്ത് നമ്മൾ പഠിക്കുമ്പോൾ ജസ്റ്റ് പാസീവായിട്ട് ഇങ്ങനെ വായിച്ച് പോവാതെ നോട്ട്സ് എഴുതി വെച്ച് പഠിക്കാം. നമ്മൾ റാങ്ക് ഫയൽ പഠിക്കുന്ന സമയത്ത് റാങ്ക് ഫയലിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ നോട്ട്സിലേക്ക് എഴുതുക. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിവുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരു തവണ വായിച്ചാൽ തന്നെ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അല്ലാതെ ഉള്ളത് നമ്മൾ നോട്ട്സിലേക്ക് എഴുതി വെച്ച് പഠിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ റിവൈസ് ചെയ്യാനും എളുപ്പമാവും. പിന്നെ എഴുതി പഠിക്കുമ്പോൾ പൊതുവേ നന്നായിട്ട് ഓർമ്മയിലുണ്ടാവുമല്ലോ. പിന്നെ ഇങ്ങനെ വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എഴുതും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരത്തും ഇല്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളുടെയൊക്കെ റാങ്ക് ഫയൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇന്ത്യൻ ഭരണഘടനയെ പറ്റി ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെന്താ ഭരണഘടനാ നിർമ്മാണ സഭ, അതിനെപ്പറ്റി പറയുന്നു. പിന്നെ നെക്സ്റ്റ് ആമുഖം അല്ലേ, പ്രിയാമ്പിൾ, ആമുഖത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ യൂണിയനും ഭൂപ്രദേശം, അത് ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പിന്നെ പൗരത്വം, സിറ്റിസൺഷിപ്പ്, പിന്നെ മൗലിക അവകാശങ്ങൾ. അപ്പോൾ മൗലിക അവകാശങ്ങളിൽ അതിനുശേഷം റിട്ടുകൾ എന്നുള്ളൊരു ഭാഗവും കൂടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നോട്ട്സ് എഴുതാറുള്ളത് ഇതുപോലെയാണ്. ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ കുറച്ച് നോട്ട്സൊക്കെയാണ് എഴുതുന്നത്. അപ്പോൾ ഇതിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറേ ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 24. പിന്നെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധീകരിച്ചത് 1946 തന്നെ മെയ് 16 പ്രസിദ്ധീകരിച്ചത്. അതുപോലെ ഇന്ത്യയിലെത്തിയ സമയത്തുള്ള വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു. എന്നിട്ട് ആൻസറിനെ ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് വിടാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നോട്ട്സ് എഴുതിപ്പോൾ അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അതേപടി എഴുതേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ അത് നമുക്ക് ഓർമ്മയിൽ നിർത്താൻ ബുദ്ധിമുട്ടുണ്ട്, ഓർമ്മയിൽ നിൽക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോട്ട്സിലേക്ക് എഴുതിയാൽ മതിയാവും. അപ്പോൾ നമ്മൾ നാളെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുക ഭരണഘടനയുടെ റിവിഷൻ ക്ലാസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഞാൻ ഓരോ ദിവസവും നൈറ്റ് സ്റ്റഡിക്ക് പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും നെക്സ്റ്റ് ഡേ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് പഠിച്ചത് 11 മണി വരെയാണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ രാവിലെ ഒരുപാട് നേരത്തേക്ക് എണീച്ചിരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ അത് തന്നെയാണ് ബെസ്റ്റ് ടൈം. പക്ഷെ ഞാൻ സാധാരണ ഒരുപാട് നേരത്തെ എണീച്ച് പഠിക്കാറില്ല, അതുകൊണ്ട് ഞാൻ ആ ടൈം രാത്രിയിലാണ്
കോമ്പൻസേറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങളൊരു 2 മണിക്കൂർ ഒന്നിലെ നൈറ്റ് സ്റ്റഡി ആയിരിക്കണം, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് എണിച്ച് പഠിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു ഇൻസ്പിറേഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.